അങ്ങനെ വർഷങ്ങളായി തലങ്ങും വിലങ്ങും ആലോചിച്ച് നടത്തിയ ചർച്ചയുടെ പരിണിത ഫലമായി ടെമ്പോ ട്രാവലറിൽ ഒരു 2 ദിവസത്തെ ട്രിപ്പ് നമ്മൾ ഫൈനലാക്കി. ഓരോരാളായി ഇറങ്ങി വരുന്നത്രേ ഉള്ളൂ. 14 പേര് ഉള്ള ഒരു ട്രിപ്പ്. ഒരു വർഷം മുഴുവൻ പാർലമെന്റിൽ നടത്തിയ ചർച്ച പോലും തോറ്റുപോകും ഞങ്ങളുടെ ഈ ട്രിപ്പ് പ്ലാനിങ്ങിന് നടന്ന ചർച്ചകളിൽ. ബാംഗ്ലൂരിലെ 3 കസിൻസ് ആൻഡ് ഫാമിലി ആണ് ഈ ട്രിപ്പ്. എല്ലാവരെയും പ്രലോഭിപ്പിച്ച് 100 വർഷം പഴക്കമുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞാൻ ഒരുവിധം സമ്മതിപ്പിച്ചു. പ്പെട്ടപ്പോൾ രാജേഷ് ഏട്ടന് അത് വേണോ എന്ന ചിന്തയായി. 100 വർഷം പഴക്കമുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് വേണോ ബ്രേക്ക്ഫാസ്റ്റ്, അതും യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നതായിരുന്നു ചിന്ത. ഇറങ്ങി വരുന്നവരൊക്കെ ഫോട്ടോ ഞാൻ പിടിച്ചു. എന്റെ ഫോട്ടോ എടുക്കാൻ മാത്രം ആരുമില്ല. എല്ലാവരും ഇറങ്ങിയില്ലേ? ആരും വണ്ടി വിട്ടുപോയില്ലല്ലോ. മഹി സ്വയം ഉത്തരവാദിത്തം തലയിലേറ്റി എല്ലാം ചെക്ക് ചെയ്തു. ഹാസൻ റൂട്ടിൽ അപ്പവും മുട്ടക്കറിയും തെരഞ്ഞു നടന്ന ഞങ്ങൾ അവസാനം MTRന്റെ ഇഡ്ലിയിലും സാമ്പാറിലും തന്നെ എത്തിപ്പെട്ടു. 14 പേർക്ക് ഓർഡർ കൊടുക്കുകയും പറഞ്ഞവർക്ക് തന്നെ പറഞ്ഞ സാധനം കിട്ടുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആയിരുന്നു. 100 വർഷത്തെ പാരമ്പര്യം പറഞ്ഞെങ്കിലും അതിന്റെ ഒരു സർവീസ് പരിചരണം ഒന്നും അവര് കാണിച്ചില്ല എന്നതാണ് സത്യം. അവസാനം പറഞ്ഞതോ കിട്ടിയതോ പോലെയൊക്കെ എല്ലാവരും ഒന്ന് കഴിച്ച് ഇറങ്ങി. ആഫ്റ്റർ എഫക്ട് ഓഫ് ഹെവി ബ്രേക്ക്ഫാസ്റ്റ് കിച്ചനൊന്നും എണീക്കണം എന്നുള്ള വിചാരം പോലും ഇല്ലാതാ. ഒരു പ്ലേറ്റിൽ ഒന്നുകൂടി ബാക്കിയില്ല. 2 ഉരുളക്കിഴങ്ങുണ്ട്. ഇതെല്ലാം ടിവിയിൽ വരുന്നതായിരിക്കും. ഇതെല്ലാം ലൈവ് പോയിക്കൊണ്ടിരിക്കുക. ലൈവ് ആദ്യം ഡാൻസിന്റെ സ്റ്റെപ്പ് വെച്ച് തുടങ്ങിയത് വിഹാൻ ആണെങ്കിലും പിന്നെ എല്ലാവരും കൂടി അത് ഏറ്റുപിടിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന്റെ ഒരു ഉഷാറ് എല്ലാവരും കാണിച്ചു എന്ന് വേണം പറയാൻ. എങ്ങോട്ടാണ് നമ്മുടെ ട്രിപ്പ് എന്നല്ലേ? ബാംഗ്ലൂരിൽ നിന്ന് 7-7.5 മണിക്കൂർ യാത്രയുള്ള ചിക്മംഗ്ലൂരിലേക്കാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതും ഈ കൊടും മഴയത്താണ് ചിക്മംഗ്ലൂർ പോകേണ്ട ബെസ്റ്റ് കാലാവസ്ഥ എന്ന് പറഞ്ഞ് ഞാൻ എല്ലാവരെയും നന്നായി ഉത്സാഹിപ്പിച്ചു. എൻ്റെ ഭാഗ്യത്തിന് പോകുന്ന സമയത്തൊന്നും മഴയുണ്ടായിരുന്നില്ല. മഴ കൊണ്ട് നമ്മുടെ യാത്രയിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല പോകുമ്പോഴൊക്കെ എന്ന് വേണം പറയാൻ. നല്ല കാലാവസ്ഥ. നമ്മുടെ ആസ്ഥാന DJ ആയി മഹി തന്നെ സ്ഥാനം പിടിച്ചു. ഓരോരോ പാട്ടുകളായിരുന്നു പിന്നെ വണ്ടിയിൽ. എവിടെ കാണുന്നില്ല. അങ്ങനെ പാട്ടും മേളവും ഡാൻസും കിച്ചുവിന്റെ ചീറ്റിപ്പോയ മൈക്കിൾ ജാക്സണും ഒക്കെ ആയി ഞങ്ങളുടെ യാത്രക്ക് ഹരം കയറി. കുറച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും തളർന്നു. കുറച്ച് റെസ്റ്റ് ആവാം. എന്നാലും നമ്മൾ പോകുന്ന സ്ഥലം എത്തിയിട്ടും എത്തുന്നില്ല എന്ന് വേണം പറയാൻ. നല്ല ദൂരമായിരുന്നു. 7-7.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ദൂരമല്ലല്ലോ. സിറ്റിയിലെ തിരക്കും വാഹനങ്ങളുടെ തിരക്കും പുകയും ഒക്കെ വിട്ട് ഞങ്ങള് 2 ഭാഗത്തും പച്ചപ്പ് നിറഞ്ഞ ചിക്മംഗ്ലൂരിന്റെ വെസ്റ്റേൺ ഗട്ട്സിന്റെ ഭംഗി ആസ്വദിക്കുന്ന രീതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. മൺസൂൺ സമയത്ത് സൗത്ത് കർണാടകയിലേക്കുള്ള ഓരോ റോഡിലേക്കൂടെയുള്ള ട്രിപ്പും ഭയങ്കര മനോഹാരിത നിറഞ്ഞതാണ്. 14 പേരും 13 സീറ്ററുള്ള വണ്ടിയും. ആദ്യം അങ്ങനെയൊക്കെ ആയിരുന്നു യാത്ര തുടങ്ങിയെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ആർക്കും സീറ്റും വേണ്ട സ്ഥലവും വേണ്ട. എല്ലാവരും ആ വണ്ടിയിൽ അഡ്ജസ്റ്റഡ് ആയി.
ഞങ്ങളുടെ കൂട്ടത്തിൽ സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുന്ന ഡാൻസറാണ് ശ്രേയ. എന്നാലും അഖിലിന്റെ പെർഫോമൻസ് ആണ് എല്ലാവരെയും ഞെട്ടിച്ചത്. പ്രത്യേകിച്ച് ഞെട്ടിയത് അവന്റെ അമ്മ ബീനേച്ചി തന്നെയായിരുന്നു. ഇവന്റെ കയ്യിൽ ഇതൊക്കെ ഉണ്ടായിരുന്നോ എന്നതായിരുന്നു അവളുടെ ചിന്ത. കുറെ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഹോം സ്റ്റേയിൽ എത്താറായി. ബെനാക്കി ഹോം സ്റ്റേ, അവിടത്തേക്കാണ് ഞങ്ങൾ കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. 5-6 വർഷം മുന്നേ ഞാനിവിടെ താമസിച്ചിട്ടുണ്ട്. ആ ഒരു പരിചയത്തിലാണ് ഞാൻ എല്ലാവരെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടത്. ലഞ്ചും ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സ്റ്റേ പാക്കേജാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ എത്തിയതും ഭക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്ന തരത്തിലായിരുന്നു. എല്ലാവരും നന്നായി വിശന്നിട്ടുണ്ടായിരുന്നു. ആക്രമണത്തിന് റെഡിയായി വരുന്ന പോലെയായിരുന്നു എല്ലാവരുടെയും വരവ്. ഈശ്വര, പറഞ്ഞ പോലെയൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവണേ എന്നായിരുന്നു എൻ്റെ മനസ്സിലെ പ്രാർത്ഥന. ഞാൻ അവരെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് എക്സ്പെക്ടേഷനൊക്കെ ഹൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വരുമ്പോഴത്തേനും 3 മണിയായി ഞങ്ങൾ എത്താൻ. അവർ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എത്തിയോ, ഭക്ഷണം തണിഞ്ഞു പോവും എന്നൊക്കെ പറഞ്ഞു. വിശപ്പിന്റെ ആഘാതത്തിൽ ഭക്ഷണത്തിന്റെ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി. നല്ല ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. ഇതാണ് റൂംസ്. ഓരോരോ ഫാമിലിക്കായി ഓരോ റൂമൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. അപ്പോഴത്തേക്കും മഴ ചെറുതായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിയ ഐറ്റിനറിയൊക്കെ കാറ്റി പറക്കുന്നത് നിശ്ചലയായി നോക്കി നിന്നു. ചിലർക്ക് റെസ്റ്റ് എടുക്കണം, ചിലർക്ക് കറങ്ങാൻ പോകണം. ഈശ്വര, ഇതെവിടെ ചെന്നെത്തും എന്നതായിരുന്നു എൻ്റെ മനസ്സിലെ ചിന്ത. ഏതായാലും കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിക്കാമെന്നായി. കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് എല്ലാവരും കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് പുറപ്പെടാൻ തയ്യാറാകുമ്പോഴത്തേനും അവിടെ ചായ റെഡിയായി. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രം നമുക്ക് ആർക്കും 2 അഭിപ്രായമില്ല. ചായയും സ്നാക്സും ഉണ്ടെങ്കിൽ പിന്നെ അത് ആദ്യം, അത് കഴിഞ്ഞ് ബാക്കി ട്രാവലിന്റെ പ്ലാനൊക്കെ നോക്കാം. അപ്പോൾ എല്ലാവരും ഭക്ഷണത്തിന്റെ അടുത്തേക്ക്. അപ്പോഴത്തേക്കും മഴ നന്നായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കാര്യമായുള്ള ആരും കുടയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അതൊക്കെ അവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പൊതുവേ ഈ ഹോം സ്റ്റേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. ബെനാക്കി ലക്ഷറി സ്റ്റേ എന്നാണ് ഇപ്പം അതിനൊന്ന് മോഡിഫൈ ചെയ്ത് അവർ ചെയ്തിട്ടുള്ളത്. മുന്നേ താമസിച്ചപ്പോൾ അവരുടെ ഹോം മെയ്ഡ് വൈൻ ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെ പലതരത്തിലുള്ള വൈനൊക്കെ ടേസ്റ്റ് ചെയ്യാൻ കൊണ്ടുതന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എന്നാൽ ഇപ്പോൾ കർണാടക ഗവൺമെൻറ് അതൊക്കെ റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ്. ഹോം സ്റ്റേസിൽ വൈൻ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനം. ഞങ്ങളുടെ യാത്രയുടെ പ്രധാന ചാലഞ്ച് തുടങ്ങുന്ന ഇവിടെ നിന്നാണ്. നല്ല മഴ കാരണം ഞങ്ങൾ പോകുന്നിടത്തൊക്കെ മിക്കതും ബന്ധായിരുന്നു. വാട്ടർഫോൾസ് കാണാൻ ഉള്ള ഓപ്ഷൻ ഇല്ല. ഓൾ ദ വേ ഇവിടെ വരെ വന്നു. പക്ഷെ ഗേറ്റ് പൂട്ടി, 5:30 പൂട്ടി. സൺസെറ്റ് ഒന്നും കാണാൻ പറ്റില്ല. സം 25 കിലോമീറ്റർ, 1 മണിക്കൂറോ മറ്റോ വന്നതാണ്. പക്ഷെ അവിടെ പൂട്ടി ഓൾറെഡി. ഒരു ജെയിൻ ടെമ്പിളിലേക്കുള്ള ഒരു എൻട്രിയും പിന്നെ ഒരു 3 കിലോമീറ്റർ ട്രെക്കിംഗ് ഒരു ഓപ്ഷനാണ് തോന്നുന്നുണ്ട്. പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. What? Nobody is moving. 3 കിലോമീറ്റർ ട്രെക്ക് ചെയ്താൽ കാണാൻ പറ്റുന്ന ഒരു ജെയിൻ ടെമ്പിളും അവിടെ നിന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഒക്കെയാണുള്ളത്. പക്ഷേ അത് ഇപ്പോൾ അടച്ചിട്ടാണുള്ളത്. 5 മണിയൊക്കെ ആകുമ്പോൾ അടയ്ക്കും. അല്ലെങ്കിൽ ഇപ്പോൾ മഴ കൂടുതലായത് കാരണം തന്നെ അത് അങ്ങോട്ടേക്കുള്ള എൻട്രി ഇല്ല. അപ്പോൾ അത് കാണാൻ പറ്റിയില്ല. അതിൻ്റെ സങ്കടത്തിൽ തിരിച്ചു വരുന്ന വഴിയിൽ ഞങ്ങൾക്കൊരു വാട്ടർഫാൾ കാണാൻ പറ്റി. വാട്ടർഫാൾ എന്ന് പറയാൻ മാത്രമൊന്നും ഇല്ലെങ്കിലും എന്നാലും ഒന്നും കാണാത്തതിനേക്കാളും നല്ല ഫോഴ്സിൽ വരുന്ന വെള്ളം തന്നെയായിരുന്നു. കുറച്ച് ദൂരത്തുനിന്നേ ഉള്ളൊരു വ്യൂ നമുക്ക് കാണാമായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ നിർത്തി എല്ലാവരും ഇറങ്ങി ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ചാറ്റിൽ മഴയൊക്കെ നനഞ്ഞ് കുറച്ച് എൻജോയ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. വാട്ടർഫാൾ കാണാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾ രാത്രിനെ നന്നായിട്ട് എൻജോയ് ചെയ്തു. സ്വിമ്മിംഗ് പൂൾ ആയിരുന്നു പ്രധാന ഘടകം. അതുകൂടാണ്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേനും അവർ കൊണ്ടുവന്ന് വെച്ച സൂപ്പും പക്കോടയും ഒക്കെ ആ തണുപ്പിൽ ഞങ്ങൾക്ക് നന്നായിട്ട് ഉന്മേഷം തന്നു. ചൂട് സൂപ്പും പക്കോടയും കഴിച്ച് ഓരോരാളായി വെള്ളത്തിലിറങ്ങി. സ്വിമ്മിങ് അറിയുന്നവരും അറിയാത്തവരും ഒക്കെ. താഴെ നല്ല തണുത്ത വെള്ളവും മോഴുന്ന മഴയും നല്ലൊരു ആംബിയൻസ് ആയിരുന്നു രാത്രി മുഴുവൻ ഞങ്ങൾ എൻജോയ് ചെയ്തത്. അത് കഴിഞ്ഞ് ഡിന്നറും കഴിഞ്ഞ് എല്ലാവരും ഉറക്കത്തിലേക്ക് ആഴ്ന്നു. രാവിലത്തെ എന്താണ് പരിപാടി എന്നൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കാന്നൊക്കെ പറഞ്ഞ് വട്ടം കൂടിയതാണ്. പക്ഷേ എല്ലാവരും വെള്ളത്തിലും കരയിലും ഒക്കെ ആയി അങ്ങ് സമയം കഴിഞ്ഞു. ഭക്ഷണത്തിൻ്റെ വീഡിയോ പിന്നെയും എടുക്കാൻ വിട്ടു എന്നുള്ളത് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഭക്ഷണത്തോടുള്ള ആക്രാന്തി കൊണ്ടൊന്നല്ല കേട്ടോ. 3 ജനറേഷനും ഒന്നിച്ചിരുന്ന് വർത്താനം പറയാനുള്ള ഒരു സാഹചര്യം കൂടിയായിരുന്നു ആ ട്രിപ്പ്. ഒരു കൂട്ടം ആൾക്കാർ രാവിലെ തന്നെ എഴുന്നേറ്റ് ട്രെക്കിങ്ങിന് പോയി. ഒരു പഴയ അമ്പലവും ഒരു തൂക്കുപാലവും ഒക്കെ ആയിരുന്നു അവർക്ക് കാണാനുണ്ടായിരുന്നത്. ഞങ്ങൾ കുറച്ചുപേർ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റ് ആ ഹോം സ്റ്റേയും അതിൻ്റെ ഇൻ ആൻഡ് അറൗണ്ടുള്ള കാടും മലയും ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ആ ഹോം സ്റ്റേ. അത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്.
ഹോം സ്റ്റേൻ്റെ ക്യൂട്ടായിട്ടുള്ള ഗാർഡൻസ് ഒക്കെയാണ്. എല്ലാം മറ്റേ കുഞ്ഞു 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 ചെടികളാണ്, പക്ഷെ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി ഭയങ്കര രസമാണ് കാണാൻ. ബോൺസായി മരങ്ങളും അതൊക്കെ ഉണ്ട് കുറേ ഇവിടെ. ആ ആ ഫുൾ ബോൺസായിൻ്റെ കളക്ഷനാണ് ഇവരുടെ അടുത്ത്. ഭയങ്കര രസമാണ് കാണാൻ. എന്താ ആളെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫുൾ റെഡി ആയി നിൽക്കുന്നുണ്ട്. രാവിലത്തെ ടൈം. ഇന്നലെ ആണ് ഞങ്ങൾ ചിക്മംഗ്ലൂരല്ല, അഗുംബെ ഷിമോഗൻ്റെ സൈഡിലേക്കാണ് വന്നിരിക്കുന്നത്. ചിക്മംഗ്ലൂർ പോകുന്ന വഴി തന്നെ ഇതിൻ്റെ അപ്പുറത്തെ വശമാണ് ചിക്മംഗ്ലൂർ. ഒരു ഫുൾ കസിൻസ് ഗാങ്ങുമായിട്ട് ട്രാവലറൊക്കെ ബുക്ക് ചെയ്ത് ഭയങ്കര ജോളിയായിട്ട് വന്നു. നല്ല മഴയാണ്. മഴ സീസണിൽ പിന്നെ മഴയാണെന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോ, മഴ വേണം നല്ല രീതിയിലാണ്. അപ്പോൾ മുന്നേ ഒരു 5-6 വർഷം മുന്നേ വന്ന് താമസിച്ച ഒരു ഹോം സ്റ്റേ ആണിത്, ബനാക്കി ഹോം സ്റ്റേ. അത് കുറേ അവർ റിനോവേഷനൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്നാലും ആംബിയൻസ് ഒക്കെ ഭയങ്കര രസമായിട്ട് മുന്നേ ഉണ്ടായിരുന്ന പോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ 14 പേരുണ്ട്, 4 റൂം ആയിട്ട്. പിന്നെയും ഒരു 2-3 റൂംസ് അവർക്കുണ്ട്. അത്രയാണ് അവരുടെ ഒരു അക്കോമഡേഷൻ ഓപ്ഷൻസ്. മറ്റേ ഹോട്ടൽ റിവ്യൂസിനും ഹോം സ്റ്റേ റിവ്യൂസിനൊക്കെ ഭയങ്കര നല്ല ഗ്രേഡും ഇതൊക്കെ പണ്ടേ ഞാൻ അന്ന് 5 വർഷം മുന്നേ വന്നപ്പോഴേ അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു ടീമൊക്കെ ആയിരുന്നു. അപ്പം കാര്യമായിട്ട് സൈറ്റ് സീയിങ് ഒന്നും നടന്നിട്ടില്ല, ഫുൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. ഇന്നലെ ഞങ്ങൾ ട്രെക്ക് പ്ലസ് ഒരു അമ്പലം കാണാൻ വേണ്ടി പോയി. പക്ഷേ ബൈ ദ ടൈം നമ്മളവിടെ എത്തിയപ്പോൾ അത് ലേറ്റായി, ബന്ധായിട്ടുണ്ടായിരുന്നു. 5:30 ക്ലോസ് ആവും. ഞങ്ങൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. കുറേ നാളത്തെ പ്ലാനിങ്ങിൻ്റെ അവസാനമാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചൊരു വീക്കെൻഡ് ട്രിപ്പെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെൻസസിലെത്തിയതും അത് ചെയ്തതും. അതിൻ്റെ ഒരു ഹാപ്പിനെസ്സിലാണ് എല്ലാവരും. ഇന്നലെ ഫുൾ രാത്രി പൂളിലും ഒക്കെയാണ് ചിലവഴിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യമൊക്കെ ഭയങ്കര റെയറായിട്ടാണ് കിട്ടുന്നത്. ആൻഡ് അതുകൊണ്ട് സൈറ്റ് സീയിങ് ആയിട്ട് കാണിക്കാനുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല. ബനാക്കി ഹോം സ്റ്റേൻ്റെ ഇൻ ആൻഡ് അറൗണ്ടുള്ള സ്ഥലമാണിത്. അവരുടെ ചുറ്റും അവരൊരു ലാൻഡ്സ്കേപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമായിട്ട് നല്ല രീതിയിൽ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു പോണ്ട്, അതിനകത്ത് കുറച്ചൊരു ഇതൊക്കെ. അതുപോലെ തന്നെയുള്ള ഒരു ഗ്യാങ് പിന്നെ ട്രെക്കിങ്ങിന് ഒരു സ്ഥലം കാണാൻ വേണ്ടി 6 മണിക്ക് പോയിട്ടുണ്ട്. ഞാൻ പോയിട്ടില്ല. ഇന്നലെ രാത്രി ചെറിയൊരു പനി, കുറേ മഴ നനഞ്ഞു. അതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്ട്സിൽ. ഇതാണ് സ്ഥലം. ബനാക്കി ഹോം സ്റ്റേൻ്റെ ഒരു കൺസ്ട്രക്ഷൻ കാണാൻ ഭയങ്കര രസമാണ്. നമ്മൾ ഊട്ടിയിലെല്ലാം പോയി കഴിഞ്ഞാൽ കാണുന്ന ഒരു വീടുകളിൽ ഒരു വലിയ ജനലുകളും ഒക്കെ ആയിട്ടുള്ള ഗ്ലാസ് പാർട്ടീഷനൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു വീടാണ്. ഭയങ്കര രസമാണ്. ആ ഒരു ഉള്ള സ്ഥലം അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന രീതിയും കാണാൻ ഭയങ്കര രസമാണ്. അപ്പം ഞങ്ങൾ അതൊക്കെ നടന്ന് കണ്ട്, അതുകൂടാണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഒന്ന് പുറത്തൊക്കെ നടന്ന് കാണാൻ വേണ്ടി ഇറങ്ങി. മഴ സമയത്ത് ചിക്മംഗ്ലൂർ ആ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ സൈറ്റ് സീയിങ് അല്ലാണ്ട് അതിൻ്റെ ഇൻ ആൻഡ് അറൗണ്ട് തന്നെ നമുക്ക് പീസ്ഫുള്ളായിട്ട് നടക്കാനും ജംഗിളിലൊക്കെ കാണാനും ഒക്കെ ഉള്ളൊരു അവസരമുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് എനിക്കതൊക്കെ. അപ്പം ഞങ്ങളൊന്ന് ഇറങ്ങി എല്ലാവരുടെയും ചുറ്റുമൊക്കെ ഒന്ന് നടന്ന് സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു വന്നു. ഞങ്ങളുടെ പ്രത്യേക റിക്വസ്റ്റ് പ്രകാരം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് അവർ പഴുത്ത ചക്കയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ലോക്കലായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളാണ് കുറച്ചും കൂടെ കൂടുതൽ അവിടെ കാണാറ്. മുളയുടെ കതിരുകൊണ്ടുള്ള സബ്ജി, ചക്ക ആക്കിയിട്ടുള്ള ഒരു ദോശ പോലെയുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെ അതൊക്കെയാണ് അവരുടെ ഒരു പെക്യുലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ രാവിലെ തന്നെ ദോശ ഒക്കെ കഴിച്ച് പലതരത്തിലുള്ള ഐറ്റംസ് ഒക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് അവിടെ നിന്ന് തിരിച്ചിറങ്ങാനുള്ള പുറപ്പാടിലായി. അപ്പോഴത്തേനും നല്ല മഴയുണ്ടായിരുന്നു. മഴ നിൽക്കാനുള്ള പരിപാടിയേ ഇല്ല. അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ശൃംഗേരി ടെമ്പിളാണ്. ശൃംഗേരി ടെമ്പിളിൻ്റെ അടുത്ത് കൊണ്ടുപോയി വണ്ടി നിർത്തി അവിടെ നിന്ന് എല്ലാവരും ഇറങ്ങി. പക്ഷെ നല്ല മഴയായിരുന്നു അപ്പോഴും. ശൃംഗേരി അമ്പലം കണ്ട് തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ശൃംഗേരിയിൽ ഈ കാണുന്ന വലിയൊരു ഗോപുരമുള്ള അമ്പലം കൂടാതെ അതിൻ്റെ ഉള്ളിൽ വളരെയധികം പുരാതനമായ വേറൊരു അമ്പലം കൂടിയുണ്ട്. അതായിരുന്നു പ്രധാന അട്രാക്ഷൻ. ഞങ്ങൾ അവിടെ തൊഴുത് ഇപ്പുറത്തെ അമ്പലത്തിലൊക്കെ തൊഴുത് അതിൻ്റെ അടുത്തുള്ള പുഴയും ഒക്കെ ഒന്ന് കണ്ട് അവസാനം ഇറങ്ങാൻ നേരത്ത് ഭക്ഷണത്തിനുള്ള സമയമായി എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും അവിടെ തന്നെ ഭക്ഷണം കഴിക്കാനും കയറി.
മട്ടൻ കറിയും ഒക്കെ കഴിക്കാനുണ്ടായിരുന്ന പ്ലാനിലായിരുന്നു ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷേ അമ്പലത്തിൽ നിന്നായി ലഞ്ച്. അത് കഴിഞ്ഞ് തിരിച്ച് നേരെ ബാംഗ്ലൂരിലേക്ക്. നല്ല ദൂരമുണ്ട്, പക്ഷെ നല്ല സൂപ്പർ വഴിയായിരുന്നു. അതുകൊണ്ട് ആ ദൂരം അത്ര വലുതായിട്ട് ഞങ്ങളെ അലട്ടിയില്ല എന്ന് വേണം പറയാൻ. നല്ല മഴ കാലാവസ്ഥ. ഇടയ്ക്കിടെ ഓരോ കട്ടൻ ചായ കുടിച്ചാലോ എന്നുള്ള റിക്വസ്റ്റ് വണ്ടിയിൽ നിന്ന് പല സൈഡിൽ നിന്നായി വന്നുകൊണ്ടിരുന്നു. അവസാനം ഞങ്ങൾ ഒരു സ്ഥലത്ത് നിർത്തി. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് വേണ്ടതൊക്കെ വാങ്ങിച്ച് കഴിച്ച് തിരിച്ച് വീണ്ടും യാത്രയിലേക്ക്. തിരിച്ച് ബാംഗ്ലൂർ എത്തിയപ്പോഴേനും വളരെയധികം ലേറ്റായി. രാത്രി 12 മണിയോളം ആയിരുന്നു ടൈം. എന്നാലും ഇത്രയും നാളത്തെ പ്ലാനിങ്ങിന് ശേഷം ഒരു ട്രിപ്പ് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ചേർന്ന് പോകാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷമായിരുന്നു എൻ്റെ മനസ്സിൽ. ഏതായാലും വരുന്ന വഴിയും ഞങ്ങൾ പാട്ടും ഡാൻസും കഥ പറച്ചിലും ഗെയിംസും ഒക്കെ ആയിട്ട് ജോറായി ഇങ്ങ് എത്തി. ഇത് ഒരുപാട് മുന്നോട്ടുള്ള ട്രിപ്പുകൾക്ക് ഒരു തുടക്കമാകട്ടെ എന്ന് മനസ്സിൽ വിചാരിച്ചു. എല്ലാവരും കൂടെ ഒത്തൊരുങ്ങി പോകുമ്പോഴുള്ള ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. ഇനി തിരിച്ചു വന്ന് ബഡ്ജറ്റിങ്ങിൽ ഒതുങ്ങിയോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ നോക്കേണ്ടത്. ബാക്കിയൊക്കെ മുതലാളി തന്നെ നേരിട്ട് സബൂറാക്കിക്കോ എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം കേട്ടത്. എന്തായാലും ട്രിപ്പ് നല്ല രീതിയിൽ അവസാനിച്ചതിന്റെ സന്തോഷത്തിൽ എല്ലാവരും തിരിച്ചു വീട്ടിലേക്ക്. അപ്പോൾ അടുത്ത വ്ലോഗിൽ വേറെ ഒരു സ്ഥലത്തിന്റെ വിശേഷങ്ങളുമായി കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.